നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലത്തെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ട്രെയിൻ സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഒരുപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. ഒരു വില്ലേജ് റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും നിയറസ്റ്റ് വലിയ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കൊല്ലം ജംഗ്ഷൻ തന്നെയാണ്. പിന്നെ കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മാറിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ദേ ഇവിടുത്തെ വളരെ എന്താ പറയുന്ന പുരോഗമനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. ആളും അനക്കമൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷൻ. 2 ടോയ്ലറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ഓപ്പണും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മളിതേ അകത്ത് കയറി വന്ന വഴി ആ ഭാഗത്തു നിന്നാണ് അകത്തോട്ട് കയറി വന്നത്. ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ നിൽക്കുന്നത്. 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. സദേൺ റെയിൽവേ മയനാട്. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇവിടെ വളരെ സ്റ്റോപ്പുകൾ, അതായത് ട്രെയിൻ നിർത്തുന്ന കുറവാണ് ട്രെയിൻസൊക്കെ. ഇതാ എഴുതി വെച്ചിട്ടുണ്ട് ലിസ്റ്റൊക്കെ. തിരുവനന്തപുരം ഭാഗത്തേക്കും പിന്നെ അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഉള്ളത്. പിന്നെ നല്ലൊരു ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സംഭവമൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്ന് പണിത് എങ്ങനെ കൊണ്ട് കണ്ടീഷനൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നല്ലൊരു ഓവർ ബ്രിഡ്ജാണ്. കണ്ടില്ലേ, ആ വഴിയാണ് നമ്മൾ കയറി വന്നത്. ആ കാണുന്നതൊക്കെ റോഡ് വഴി വരുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ. കാരണം അങ്ങോട്ട് കാണുന്നുണ്ടല്ല, ബസ്സൊക്കെ കിടക്കുന്നുണ്ടല്ലോ. നല്ല വെയിലുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി ആയെന്നൊക്കെ പറയാം. 3 മണി ആയില്ല, അതിൽ നല്ല ചൂട്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ പാസഞ്ചർ ട്രെയിൻസിനൊക്കെ വേണ്ടിയിട്ട് വന്ന് കാത്തിരിക്കുന്നവരാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ട്രെയിൻ സ്പോട്ടിങ്. വെൽക്കം. നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഈ വരുന്നത് ആരാന്നറിയാമോ? നമ്മുടെ കൊച്ചുവേളി റപ്തിസാഗർ എക്സ്പ്രസ് ആണ്. എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ട്രെയിൻ നമ്പർ 12511. നമ്മുടെ ഗോരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ്. ആലപ്പുഴ വഴി യാത്ര ചെയ്യുന്ന ട്രെയിനാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം സർവീസ് നടത്തുന്നൊരു ട്രെയിനാണ്. കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പില്ല, അറിയാലോ, വലിയ വണ്ടിയാണ്. ഞാൻ ആ ഇൻട്രോയിൽ കൂടുതൽ വിശദീകരണം തരാത്തത്, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ സ്പോട്ടിങ് ഇവിടെ വന്ന് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ അടുത്ത ട്രെയിൻ പറന്നു വരുവാണ്. ഇത് നമ്മുടെ രാജധാനി എക്സ്പ്രസ് ആണ്. 124-31 രാജധാനി, അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ട്രെയിനാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മുടെ ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന ട്രെയിനാണ്. ആഴ്ചയിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്നു. അതായത് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ക്രോസ് ചെയ്ത് അടിച്ച് കീറി പോയിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. ദേ പോയി. ഇനി അടുത്ത ആരാന്ന് നോക്കാം. ഇനി ഇതേ വരുന്നത് പാസഞ്ചർ ട്രെയിനാണ് കേട്ടോ. നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ, അതായത് 06427. ഇതെല്ലാ ദിവസവും നമ്മുടെ കൊല്ലത്തു നിന്നൊരു 3:35 രാത്രി ഒരു 7:30 നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പുണ്ട്. പാസഞ്ചർ ട്രെയിനാണ്. ഇതുപോലെ പാസഞ്ചർ ട്രെയിൻസിനും മെമു ട്രെയിൻസിനൊക്കെ സ്റ്റോപ്പുണ്ട്. പിന്നെ നമ്മുടെ വേണാട് എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഈ വേണാട് എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പ് കിട്ടിയതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്ന് 2-3 റെയിൽ ഫാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ. അപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ സമരമൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വേണാട് എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് മേടിച്ചത് നമ്മുടെ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെയും കഥകൾ. അപ്പോൾ അതേ നമ്മുടെ കൊല്ലം നാഗർകോവിൽ വണ്ടി ഇവിടെ വന്ന് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് തിരുമ്പി പോവുകയാണ്. തിരുമ്പി പോയില്ല, അവിടെ നിർത്തി. ഇനിയിപ്പോൾ തിരുമ്പി പോവും. AC കമ്പാർട്ട്മെൻ്റ് കണ്ടോ? ഇത് തന്നെ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകും. നാഗർകോവിലിൽ നിന്ന് കോയമ്പത്തൂരോട്ട് സൂപ്പർ ഫാസ്റ്റ് വണ്ടി. റൈറ്റ് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. വളരെ സൗകര്യം കുറവുണ്ടെന്നൊന്നും പറയത്തില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള മാർഗ്ഗം വളരെ സൗകര്യം കുറവാണ്. സമയമൊക്കെ ഉണ്ട് ബസ്സിന്. കൊല്ലത്തു നിന്നാണെങ്കിലും ഏത് ഭാഗത്തു നിന്നാണെങ്കിലും മയനാട് വരാൻ ബസ്സൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാ. പിന്നെ രാത്രി 7 മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഓട്ടോകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്. പ്രശ്നങ്ങളായിട്ടല്ല, ഒരു കുറവായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞാനൊരു മയനാടുകാരനാണ്. ഏത് നമ്മുടെ സ്വന്തം ഹോം ടൗൺ ആണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യുന്നത്. ദേ വരുന്നു അടുത്ത വണ്ടി. ഇത് നമ്മുടെ പറന്ന് വരുവാണ് കേട്ടോ. 126-24 MGR ചെന്നൈ സെൻട്രൽ മെയിൽ അടിച്ച് കീറിപ്പോകുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കോട്ടയം വഴി നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ്.
മയനാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടി അടിച്ച് കീറി പോവുകയാണ് ഗായ്സ്. പോയി അങ്ങനെ MGR ചെന്നൈ സെൻട്രൽ മെയിലങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അടുത്ത് വരുന്നുണ്ടോ. ഇത് നമ്മുടെ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിനാണ്. അതിന് ഇവിടെ സ്റ്റോപ്പുണ്ട് 06425 കേട്ടോ ട്രെയിൻ നമ്പർ. ഇതും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. 3:55 നമ്മുടെ കൊല്ലത്ത് നടക്കുന്ന ട്രെയിൻ ഒരു 5:45 കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും. വൈകുന്നേരങ്ങളിൽ ഇതാണെങ്കിൽ 2 പാസഞ്ചർ ട്രെയിൻ, പിന്നെ നമ്മുടെ ഇങ്ങോട്ടാണെങ്കിൽ കോട്ട എക്സ്പ്രസ് ഒക്കെ വരും. അതൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റോപ്പുണ്ട് കേട്ടോ കോട്ട എക്സ്പ്രസ്സിന്. അപ്പോൾ ഇതേ വണ്ടി ഇവിടെ നിന്നു, ഇവിടെ കിടക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഈ ഒരു സമയത്ത് തിരുവനന്തപുരം സെൻട്രലിലേക്ക് അത്യാവശ്യം വണ്ടികളുണ്ട് പോകാൻ. ഇതേ അടുത്തൊരു ട്രെയിൻ സ്പോട്ടിങ് അല്ല, ഇതെല്ലാം മറ്റേ ജഗട വേണ്ടി ജഗട ഇപ്പം 2 പ്ലാറ്റ്ഫോമും നല്ലൊരു ഓവർ ബ്രിഡ്ജൊക്കെയുള്ള നല്ലൊരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ മയനാട് റെയിൽവേ സ്റ്റേഷൻ, വില്ലേജ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഇവിടെ ജീവനക്കാർ കുറവാണ്. സമയമാകുമ്പോൾ മാത്രം നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന ചേട്ടൻ വരും. അല്ലാത്തപ്പോൾ ഇവിടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുന്ന നല്ല സമയമാണ്. നല്ല സൗകര്യമൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്, ആളില്ലെന്നേ ഉള്ളൂ. ഇതേ അടുത്ത ട്രെയിൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ ശബരി എക്സ്പ്രസ് ആണ് ഈ പോകുന്നത്. ഇത് ട്രെയിൻ നമ്പർ 172-30 ശബരി കേട്ടോ. സെക്കുന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിൻ, കോട്ടയം വഴി ഡെയിലി സർവീസാണ്. ശബരി എക്സ്പ്രസ്സിലൊക്കെ യാത്രയൊക്കെ കുറവായിരിക്കും. യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തരാം. ഒരു സന്തോഷം എന്ന് നിങ്ങളുടെ സ്വന്തം ഒരു റെയിൽ ഫാൻ. അങ്ങനെ ശബരി എക്സ്പ്രസ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. 206-32 മാംഗ്ലൂർ സെൻട്രൽ വന്ദേ ഭാരതാണ്. ആഴ്ചയിൽ ബുധനാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനാണ്. ഓറഞ്ച് വന്ദേ ഭാരത് കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഈ ട്രെയിൻ സ്പോട്ടിങ് പരിപാടിയൊക്കെ കുറച്ച് ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ. ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണേ ഓറഞ്ച് വന്ദേ ഭാരതിൻ്റെ കാര്യം. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ കുറേ ആയി കേട്ടിട്ട് ഓറഞ്ച് വന്ദേ ഭാരത്. നമ്മളിടയ്ക്ക് ഗ്യാപ്പൊക്കെ എടുത്തില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഓവർ ബ്രിഡ്ജൊക്കെ കയറിയിട്ട് മേളത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം. എന്താ പറയുന്നത്, സ്റ്റെപ്പുകൾ കുറേ ഉണ്ട്. ഇടയ്ക്കൊരു വ്യായാമം ആയിക്കോട്ടെ സ്റ്റെപ്പ് കയറുന്നത്. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. നമ്മളിവിടെ കുറച്ച് നാൾ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. എടാ നമ്മളാ ഒരു സബ്സ്ക്രൈബർ ബ്രോ ഉണ്ട്, അപ്പുക്കുട്ട അങ്ങാണ്ട പേരെനിക്കറിയത്തില്ല. അവനിങ്ങനെ കമൻറ്റ് ചെയ്താണ് കുറച്ച് ദൂരത്തോട്ടൊക്കെ പോകാൻ. ഇതൊക്കെ ഞാൻ ഇച്ചിരി നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇനിയും കുറച്ച് അടുത്തടുത്തുള്ള ട്രെയിൻ ജേർണീസ് ഞാൻ ചെയ്തതൊക്കെ തന്നെ, അതൊന്ന് ഇടണം. അതും കൂടി ഇട്ടിട്ട് പതിയെ ഇടാം കേട്ടോ. മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ദേ കണ്ടല്ലേ, ഇവിടുത്തെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നതൊക്കെ കണ്ടോ ആൾക്കാർ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും ആൾക്കാരുണ്ടാവും വ്യായാമത്തിന്. രാവിലെയും വരും. നടക്കാനൊക്കെ നല്ല ഒരു വൈബൊക്കെ കിട്ടുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് ഇവിടെ തുളയൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെന്ന് അറിയത്തില്ല, ഞാൻ വന്ന കാലം തൊട്ടേ ഉണ്ട് ഇവിടെ. അടുത്ത വണ്ടി വരാനുള്ള സമയമായി, നമുക്ക് അപ്പുറത്ത് പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 2 പോയി ഇനി കുറച്ച് ട്രെയിൻ പിടിക്കാം. താഴോട്ടിറങ്ങണം. ചെറിയ വീഡിയോ ആണ് ഗൈസ്. വീട്ടിൽ ചെന്നപ്പോൾ ചുമ്മാ വന്നൊന്ന് ട്രെയിൻ സ്പോട്ടിൽ ഇറങ്ങിയതാണ്. ചെറിയ വീഡിയോ, പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ആക്കും. ഒരു 10 ട്രെയിനോ 11 ട്രെയിനോ കാണണ്ടേ ഉള്ളൂ ഈ വീഡിയോയിൽ. ജസ്റ്റ് വന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2 ആട്ടോ കുറച്ചുകൂടെ ഒരു രസം. 1 കുഴപ്പമില്ല, എന്നാലും നല്ല രസമാണ്. കണ്ടല്ലേ, ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ. ഞാൻ ഇടയ്ക്ക് മുമ്പ് നടക്കാനൊക്കെ വരുമായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ. നല്ല രസമാണ്. രാവിലെയും വൈകുന്നേരവും വരും. പിന്നെ നമ്മുടെ പരിപാടി തന്നെ ഇത് തന്നെയായിരുന്നല്ലോ, റെയിൽ ഫാനിങ്. ഒരു റെയിൽ ഫാൻ എന്ന നിലയിൽ നമ്മൾ സ്ഥിരം ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ നൈസാണ് കൈസി റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ നമ്മുടെ രാത്രിത്തെ വേണാടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ലൈറ്റെല്ലാം ഓഫാക്കും. വേണാട് എക്സ്പ്രസ്. അതെ, ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. മയ്യനാട്
ആ കാറൊക്കെ പോകുന്നുണ്ടോ? നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നിൽക്കുക. അതാണ് നമ്മുടെ റെയിൽവേ ഗേറ്റ്. അവിടെ അടുത്തായിട്ടൊരു IT ഒക്കെ ഉണ്ട്. ഒരു ട്രെയിൻ വരുന്നുണ്ടോ? ഇത് നമ്മുടെ ഗാന്ധിതം വീക്കിലി എക്സ്പ്രസ് ആണ്. നാഗർകോവിൽ ഗാന്ധിതം വണ്ടിയാണ്. ചൊവ്വാഴ്ച മാത്രം സർവീസ് നടന്ന കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ്. 163-36 ട്രെയിൻ കേട്ടോ. വേണ്ട പ്ലാറ്റ്ഫോം നമ്പർ 1 കൂടെ ക്രോസ് ചെയ്ത് പോവുക. അതാ പോകുന്നത്. വൈകുന്നേരമായി തുടങ്ങി. ഇനിയിപ്പം അരോനൈ എക്സ്പ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന 2ാമത്തെ ട്രെയിനാണ് അരോനൈ എക്സ്പ്രസ്. കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിപ്പോൾ വരും അടുത്ത ട്രെയിൻ. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് സർവീസ് നടത്തുന്നുണ്ട്. ആഴ്ച ചൊവ്വാഴ്ച അതോ വരും. അങ്ങനെ വരുക അരോനൈ എക്സ്പ്രസ്. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് സിൽച്ചാർ വരെ പോകുന്ന കോട്ടയം വഴി പോകുന്ന ട്രെയിൻ 125-07 കേട്ടോ. ഇതിനകത്ത് ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഇതുവരെ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വിവേകിൽ കയറിയിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല ഒരു 5-6 വട്ടം. എന്നിട്ടൊരു മാറ്റമില്ലാത്ത ട്രെയിൻ. അതിൽ തന്നെ ഞാൻ 6-7 വീഡിയോ ഇട്ടിരുന്നു വിവേക് എക്സ്പ്രസ്സിന്. ഇനിയും കയറണം. ഈ അരോന എക്സ്പ്രസ്സിൽ കൂടെ ഒന്ന് കയറണമെന്നുണ്ട്. ഇതിനെപ്പറ്റിയും കേട്ടിട്ടുണ്ട്. നോർത്തിലോട്ട് പോകുന്ന വണ്ടിയല്ലേ കഥം. മൈസൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. ഇപ്പോൾ മൈസൂർ എക്സ്പ്രസ് 163-16 ആലപ്പുഴ വഴി കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ ജംഗ്ഷൻ വരെ പോകുന്ന ഡെയിലി സർവീസ് വരുന്ന ട്രെയിനാണ് 161-16 മൈസൂർ എക്സ്പ്രസ്. എൻ്റെ ബാക്കിൽ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ. നേത്രാവതി ഓക്കെ, നമുക്ക് എടുക്കാം. നേത്രാവതി എക്സ്പ്രസ് 163-45 മുംബൈ ലോക്മാന്യ തിലക് ടെർമിനൽസിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ആണിത് ഗായ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആയ ട്രെയിൻ സ്പോട്ടിംഗ് ഫ്രം കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷൻ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ് ഗായ്സ്. അപ്പോൾ നേത്രാവതി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് ട്രെയിൻ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വൈൻഡിങ് അപ്പ് ചെയ്യുവാണ് നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ. ബൈ 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 ബൈ. ഇതിൽ അങ്ങോട്ട് ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി ഫ്രണ്ടിലോട്ട് കഴിഞ്ഞാൽ എൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഇതിലേ നമുക്കത് മയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കണ്ടോ, അവിടെ ചെന്ന് അടുത്തെത്തിയിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യാട്ടാ. ഇതേ അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അതായിരുന്നു ITI. റെയിൽവേ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. ബസ്സുകളൊക്കെ അത് ക്രോസ് ചെയ്ത് പോവുക കണ്ടില്ലേ. അപ്പം നമുക്കും നേരെ വീട്ടിൽ പോവാം.